ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സജന നൂർ, റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ, ദിയാസന, പിന്നെ ആ ബാച്ച് അങ്ങോട്ട് ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ എനിക്ക് ഇപ്പോൾ തീരെ ഇഷ്ടമല്ലാത്ത താരങ്ങൾ. കുളിച്ചു കുറിയും തൊട്ട് വന്നിരിക്കുകയാണ് ഞാൻ വീണ്ടും ഒരു അപരാധ കുഴിയിലേക്ക് ഇറങ്ങാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് തെളിവുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അങ്ങോട്ട് കാണിക്കാൻ പോവുക. ഓക്കെ, താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് ഫിറോസ് ഖാൻ, ഈ ഒരു ദിയാസന്ന, സജന നൂർ, ഇവരുടെ ഈ ഒരു അവിഹിതം പ്ലസ് അപരാധം കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാനിരുന്നാൽ മതി കേട്ടോ, അല്ലാത്തവരൊന്നും കാണാതിരിക്കണ്ട. പക്ഷേ താല്പര്യമുള്ളവർ മൊത്തം കാണുക. ഞാൻ പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഒരുപാട് തെളിവുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ടേ. സജന നൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ. എൻ്റെ പൊന്ന് സജന നൂറെ, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു തന്നെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ തുടങ്ങുന്നത്. എന്താ ഞാൻ അങ്ങനെ ചോദിച്ചതെന്നല്ലേ, ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. DGP സാറിനും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്കും ഒക്കെ വേണ്ടിയിട്ടാണോ നീ ഈ വീഡിയോ ചെയ്യുന്നത്? മോളെ, അവർക്ക് വേണ്ടിയിട്ട് നീ വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കും വേണ്ട നിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ. അവരെ കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് വേണം പറയാൻ. കുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് നേരത്തെ മനസ്സിലായതാണ്, വിവരം ഇല്ലാന്ന് നേരത്തെ മനസ്സിലായി. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. ചില ആളുകൾ ഇപ്പോൾ വരും, എടാ അവള് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതായിരിക്കുമടാ, ഇവള് തെറ്റേ പറയുന്നുള്ളടേ, അതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് പറഞ്ഞതാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലേ. കുറച്ചും കൂടെ കേൾക്കാം. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ചേച്ചി ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്യണമെന്നോ? വി.ഡി. സതീശൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യണോ ചേച്ചിയെ? അല്ലെങ്കിൽ ദിയാസനയുടെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യണോ? എന്തരാ ചേച്ചിയുടെ പ്രശ്നം? ചേച്ചിക്ക് മാനസിക രോഗമാണെന്നൊക്കെയാണ് അവിടെ ഇരുന്ന് ദിയാസനയൊക്കെ പറയുന്നത്. ചേച്ചി അത് തെളിയിച്ചു തരുമോ? ഈ ചെക്കൊന്നും ചെയ്യാതെ തന്നെ? അല്ല, ഈ ചേച്ചി പറയുന്നതിനകത്ത് ആ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വെറുതെ ഞാൻ കൊണ്ട് തള്ളിക്കളയുന്നില്ല. എല്ലാത്തിനെയും പിടിച്ച് ചെക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? പോലീസുകാർ നർക്കോ ഇടപെട്. ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് മറ്റേ തൊപ്പിയുടെയൊക്കെ കേസിൽ ഇറങ്ങിയില്ലേ, അതുപോലെ ഇറങ്ങ്. ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കത്തില്ല കേട്ടോ, സത്യമായിട്ടും. ഇത് എവിടോട്ടൊക്കെയാണോ പോണത്? എന്താണെങ്കിലും സജന നൂർ സൂപ്പറാണെന്നത് നമുക്കിപ്പം തെളിയിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇനി അങ്ങോട്ട് തുരുതുരാന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. ഒരു മിനിറ്റ് പോലും വിട്ടുകളയരുത്, കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ. ഞാനൊരക്ഷരം മിണ്ടുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇവിടെ അതൊക്കെ കേട്ടോണ്ട്. അതാണ് നല്ലത്. നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്ത് ആരുടെയിലൊക്കെയാണ് ശരി, ആരൊക്കെയാണ് കുറ്റക്കാരെന്ന്. എൻ്റെ കണ്ണിലൂടെ ഞാൻ പലതവണ പറഞ്ഞു കളഞ്ഞതാ. ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. സജന നൂറും കണക്കാ, റസൂൽ പൂക്കുറ്റിയും കണക്കാ, ഫിറോസ് ഖാനും കണക്കാ, ദിയ തനയും കണക്കാ, എല്ലാം ഒന്നിനൊന്നിനും കണക്കാ. പക്ഷേ ഇവരെയൊക്കെ അറിയാവുന്ന റോഷ്നി എന്ന് പറയുന്ന ഒരാളുടെയൊക്കെ പറയുന്നുണ്ട്. ഇതങ്ങോട്ട് കേൾക്കാൻ തുടങ്ങിക്കോ, ഞാൻ ഇങ്ങനെ ഇരിക്കാം, നിങ്ങൾ കാണിനി. എല്ലാവരും ഇപ്പോൾ ഒരു 2 days ആയിട്ട് എൻ്റെ വോയിസ്, എൻ്റെ ഫോട്ടോ ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സജന എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂട്ടുകാരിയായി വന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതുപോലത്തെ ഉള്ള
ആം, വൃത്തികെട്ട അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രോഡ് എന്ന് തന്നെ പറയണം, ആൾക്കാരെ മനസ്സിലാക്കാതെ ആൾക്കാർ കൂട്ടുകൂടിയതിന്റെ ഫലം അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഉളുപ്പും ഇല്ലാണ്ട്, എനിക്കറിയില്ല നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് എനിക്ക് തരണം, ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരാളെ പറയാൻ പറ്റുമോ എന്ന്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി മാത്രം, കാരണം എനിക്കിത് തെളിയിക്കേണ്ടത് ഒന്നെന്ന് വെച്ചാല് ഞാൻ എന്താണോ ഞാൻ ആരാണോ എന്ന് പോലും അറിയാതെ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട്, മനസ്സിലായില്ലേ, എനിക്ക് അതും ഇങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങുക. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ എനിക്കത് ബോധിപ്പിച്ചേ പറ്റുള്ളൂ, കാരണം ഞാൻ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവൾ ഇതാണോ എന്ന് ചിന്തിക്കരുത്, കാരണം എനിക്ക് മക്കളുണ്ട്. എനിക്ക് സജനനെ പോലെയുള്ള തൊലിക്കെട്ടിയോ സജനയുടെ ഫാമിലി ഇത് കേട്ടിരിക്കുന്ന പോലത്തെ മനക്കെട്ടിയോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. അവർക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അവർക്കൊക്കെ കേൾക്കുമ്പോ അറിയില്ല, ഒരു കുടുംബത്തിൽ നമുക്കൊരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറും. അപ്പൊ ഇത് എന്താണെന്ന് തെളിയിക്കേണ്ടത് എന്റെ മാത്രം കടമയാണ്. അത് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഇതെടുത്ത് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സ് ഒരിക്കലും ഞാൻ അവരെ തെറ്റു പറയില്ല. സജനനുമായി ബന്ധപ്പെട്ട അവളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിയാവുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും അത്രയും വലിയ ഇതായിട്ട് പറഞ്ഞിട്ടുമില്ല, എന്നെ വലിയൊരു ഇതായിട്ട് കാണിച്ചിട്ടുമില്ല. പക്ഷെ ഫോട്ടോ വന്ന് ആ ഫോട്ടോ തമ്പനയിലായിട്ടൊക്കെ വെച്ചപ്പോ അത് കുട്ടികൾക്ക്, മക്കൾക്ക് അതിന്റെ എന്താണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് വരുമ്പോ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്റെ കടമയായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത്. സജന പറയുന്ന മറുനാടന്റെ വീഡിയോയില് സജന എന്റെ പോഷൻ പറയുമ്പോ പറയണത് ഇങ്ങനെയാണ്. അത് നിങ്ങൾ എല്ലാരും കണ്ടതുമാണല്ലോ. സജന പറയണത് ഒരു കാര്യമാണ്, എന്നെ ദുബായിൽ കൊണ്ടുപോയ ഒരു സ്ത്രീ, റോഷ്നി എന്നാണ് പേര്. ഏ എന്താണ്, എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ പോലും, അയ്യോ ഇല്ല ഇല്ല സോറി, ഫ്ലൈറ്റിലല്ല, ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പാണ് ചെയ്യാത്തത്. ഞാനൊരു പാവം കുട്ടി, ഒരു പൊട്ടി കുട്ടീനെ പോലെ ഞാൻ അവിടെ പോകുന്നു, എന്നെ ക്ലബിൽ കൊണ്ടിരുത്തുന്നു. ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, സജനയുടെ തൻ്റെ ഇടം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എത്ര നാറാനും നാണം കെടാനും ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഏഹ് നമ്മളോട് സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിലേ നല്ല സ്നേഹത്തോടെ ഭയങ്കര ഭയങ്കര ചക്കരേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അമ്മുച്ച അടി മുത്തേ, ഞാൻ പറയാഞ്ഞല്ല മുത്തേ, സത്യമായിട്ട് ഉറങ്ങിപ്പോയി. ഇവളോട് ചോദിച്ചോക്കെ, എനിക്ക് ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ, ഞാനും അവള് ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാലോ, ഞാൻ രാവിലെ തൊട്ട് അങ്ങനെ ഇരുന്ന് അവിടുന്ന് ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് വന്ന് ഇവിടെ വന്ന് ഒരു ബോധമില്ലാതെ ഡ്രസ്സ് മാറി ഒരൊറ്റ കിടത്ത്. ഞാൻ ഇപ്പൊ എണ്ണിച്ച് വിശന്നും പോയി. അപ്പൊ ഫുഡും കഴിച്ച് തന്നെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ മുത്ത. മോനെ പപ്പാടത്തും പറയണ കുഞ്ഞാ, പപ്പാടത്തും മമ്മിയടുത്ത് പറയണം, പിള്ളേർക്കൊക്കെ പറഞ്ഞേ കേട്ടാ. അവനെന്തിയെ, കുഞ്ഞെന്തിയെ, അവന്റെ ചക്കര മൂടത്തേക്ക് എടി സത്യം ഇത് നിന്റെ അടുത്ത് പറഞ്ഞോണ്ടല്ല കേട്ടാ. ചക്കര പോന്നു വേണം. നിന്നെ എനിക്ക് ഇന്നലെ മിസ് ചെയ്തു. നിന്നെ ഉണർത്താൻ വേണ്ടി ഞാൻ നോക്കിയതാ, എന്നിട്ട് നിന്നൊക്കെ ഉണർത്താൻ പറ്റിയില്ല. ചക്കര പൊന്ന സൗണ്ട് സംസാരം ഒക്കെ മിച്ച് ചെയ്ത് ടിഷ്യൂ ചക്കര മോനും മോനെ പപ്പാടത്തും അമ്മയടുത്തും പറയണേ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ. ആ പപ്പ, ഞാനിവിടെ സേഫായിട്ട് എത്തി. റോഷമ്മയടുത്ത് വന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ, അവിടെ വന്ന് വേണ്ട നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി. റോഷമ്മ ഫുഡൊക്കെ എഴുതാണ്ട് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനിയിപ്പോ ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാന്ന് വിചാരിച്ച്. അവിടുന്ന് വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു മനസ്സിന് വിഷമം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉറങ്ങി എണിച്ചപ്പോഴത്തേക്ക് ഓക്കെ, ഇനി പുറത്തോട്ടൊന്ന് പോയി നടന്നെല്ലാം ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. അപ്പൊ അപ്പൊ ആദ്യമേ നമുക്കൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ചുഴിഞ്ഞു നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അബദ്ധങ്ങളിലൊന്നും പോയി പെടേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്കിത് വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതുപോലത്തെ ഫ്രോഡിനെയൊക്കെ പിടിച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിലും കയറ്റിയിട്ട് എനിക്ക് കിട്ടിയ ഇതാണ്. അപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിടുന്നത്. മക്കൾ മാത്രമല്ല, എന്റെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ട്. കാരണം അവര് അത്യാവശ്യം, അവർക്ക് എന്ന് വെച്ചാല് മനസ്സിൽ എന്നെ കുറിച്ച് തെറ്റൊന്നും വിചാരിക്കാൻ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാം, കുഴപ്പമില്ല. അപ്പൊ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു വരേണ്ടത് ഞാൻ എന്താണെന്നുള്ളതാണ്. ഞാനൊരു മീഡിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം സജനെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എൻ്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ ഒരു ജോബിൽ ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന എനിക്ക് 500 ദിറംസിന് സജനനെ കൊണ്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അത്യാവശ്യം അവിടെ നല്ല നല്ല കോണ്ടാക്റ്റുകൾ ഉള്ള ഒരാളാണ് ഞാൻ ഇത്രയും വർഷം, എനിക്ക് നാളെ എല്ലാവരുടെയും മുഖത്ത് നോക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ സജനന സത്യം പറഞ്ഞാൽ അവിടെ ഒരാൾക്കും അറിയുന്നില്ല.
അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഏറ്റവും ഉള്ളത്. ഇപ്പം നമ്മൾ നടത്തുന്ന ഏതെങ്കിലും ഒരു ഈവെന്റിൽ ഇവളൊന്ന് ഉൾക്കൊള്ളിക്കാന്ന് വെച്ചാൽ പോലും സജന ഒരു സെലിബ്രിറ്റി അല്ല. ഒരു 500 അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ഷോപ്പ് വെച്ചിട്ട് ഒരു 1000 രൂപ ഞാൻ മുടക്കുന്നുണ്ടെങ്കിൽ അയാൾ അത്യാവശ്യം ഫെയിമുള്ളൊരു സെലിബ്രിറ്റി ആയിരിക്കണം. സജനന് ആരും എന്താ ഒരു സെലിബ്രേറ്റ് അതിന്റെ ദേഷ്യമൊക്കെയാണ് സജന ഈ പറഞ്ഞു കൂട്ടണത്. കാരണം ഞാൻ സജനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിന്നെ ആർക്കും അറിയുന്നില്ലല്ലോടി, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഒരു ഷോപ്പ് വിസിറ്റ് കിട്ടുക? ഷോപ്പ് വിസിറ്റ് അവിടെ എന്തോരം സെലിബ്രിറ്റികൾ വരുന്നു, എത്രയോ സെലിബ്രിറ്റികൾ വരുന്നു അവിടെ ഷോപ്പ് വിസിറ്റിന്. അങ്ങനെയൊന്നും സജനക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം ആകെ ചെയ്തിട്ടുണ്ടാവുക മറ്റേ ലക്ഷ്മി ജയന്റെ പേരിൽ ആ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഉദ്ഘാടനം. ലക്ഷ്മിക്കും അതേ കിട്ടാറുള്ളൂ, ലക്ഷ്മിയുടെ കെയർ ഓഫിലുള്ള സജനക്കും അതേ കിട്ടാറുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ സജനെ പരിചയപ്പെട്ടത് അതാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മി ജയനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഈവെന്റ് ത്രൂ. ഈവെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലക്ഷ്മി ജയൻ ഉദ്ദേശിക്കുന്നത് സിംഗർ ലക്ഷ്മി ജയൻ. ലക്ഷ്മി ജയനെ പരിചയപ്പെടുന്നു. സജനയുടെ ഫ്രണ്ടാണ്, ഇവർ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായതാണ്. ലക്ഷ്മി ജയനും സജനയും അവർ ഫ്രണ്ട്സാണ്. അങ്ങനെ ലക്ഷ്മി ജയൻ ത്രൂ ആണ് ഞാൻ സജനയിലോട്ട് എത്തണത്. സജന ആ സമയത്ത് നാട്ടിലാണ്. നാട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമുണ്ട്. ഇത് വീഡിയോ ആണ്, നമ്മൾ ഓഡിയോ അല്ല, വീഡിയോ കോൾ കോൺഫറൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പോൾ സജനയുടെ വീട്ടിലാണ്, നമുക്ക് കാണാൻ പറ്റും. സജനയുടെ വീടാണ്. സജന ഈ പറഞ്ഞ പോലെ ഫിറൂസ് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പം നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു കാലയളവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റൊരു ദിവസം പെട്ടെന്ന് നാളെ മറ്റന്നാൾ നടന്നൊരു കാര്യമല്ല. ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിളിക്കുന്നു, എന്തെങ്കിലും വിശേഷം ചോദിക്കുന്നു. അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുംബി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുംബാണ് അവൾക്ക്. എനിക്കും വരണം ദുബായിൽ, എനിക്ക് വരാം. അപ്പം ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പോൾ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പം സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാമൊക്കെ ആയിട്ട് അവൾ നടക്കുകയാണ്, അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാൾ, കണ്ണൂരാണ് അയാളുടെ വീട്. ഇവരെ കുറിച്ചൊക്കെ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബീസിൻ്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയൻ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൺ എടുക്കാണെന്നുള്ള പേരിൽ മാനുവിൻ്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവർ കറങ്ങാൻ പോകണതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും നാളെ ഇത് പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്ത് വെച്ചാണേ. അതായത് ഇവളിങ്ങനെ ഓരോ ആൾക്കാരോട് പോണതിൻ്റെ പ്രൂഫൊക്കെ. അപ്പോൾ ഇത് അവൾ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആ മാനുവിൻ്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നതെന്ന് ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇതെൻ്റെ തലയിലായിരിക്കുന്നത്, അതെനിക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ കൊച്ചിൻ്റെ ഫോട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ശബനക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശബന ഒന്ന് പറയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ശബന എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. സജന അബുദാബിയിൽ വന്നതിന് ശേഷം അവൾക്ക് എന്തോ ഒരു ഷോപ്പ് വിസിറ്റൊക്കെ ഈ ശബനയുടെ കെയർ ഓഫിൽ തന്നെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് ഏതോ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി എന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഒരു 1 വീക്ക് അതിൻ്റെ ഇടയിൽ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇവർ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നു, അവിടെ നിന്ന് അടിച്ചു പൊളിക്കുന്നു. ഈ ചെറുക്കന്മാരുടെ ഫോട്ടോ ഒന്നുമില്ല, ഇവർ രണ്ടുപേരും ശബന ഇവളും കൂടിയുള്ള ഫോട്ടോസൊക്കെയാണ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇവിടെയാണടി, ഓക്കെ ഫൈൻ. ഉമ്മൽക്കോയിലിൽ ഇവൾ അടിച്ചു പൊളിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 7 days ഒക്കെ ആയപ്പോഴത്തേനും സജന എന്നെ കോൾ ചെയ്യുന്നു, എടി എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ അങ്ങോട്ട് വരണം, വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ സജനനെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവാണ്. സജന വരുന്നു. അങ്ങനെ നമ്മൾ അതിനെന്താ വായോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നത്. സജന ഈ ചെറുക്കന്മാരാണ് അബുദാബിയിൽ നിന്ന് കൂട്ടിയിട്ട് വരുന്നത്. ഈ പെങ്കൊച്ചി ശബനയും ഉണ്ട്. അങ്ങനെ സജന വന്ന് കണ്ട് സംസാരിച്ച് പോണത് അലി എന്ന് പറഞ്ഞിട്ട് ഒരു മുർദീഫിലുള്ള ഒരു ചെറുക്കൻ്റെ വീട്ടിലാണ്. അത് ഇവരുടെ ഫ്രണ്ടാണ്. ഞാനിത് കറക്റ്റ് ഇതായിട്ട് പറയുകയാണ്. അലി എന്ന് പറഞ്ഞ ആ ചെറുക്കൻ്റെ അടുത്താണ് ഇവർ അബുദാബി വന്നതാണല്ലോ. ഇവരെല്ലാവരും കൂടെ അവിടെയാണ് അന്ന് സ്റ്റേ ചെയ്തതും. ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അവരൊരു ഫ്രണ്ട് സർക്കിളാണ്. അതിൽ ഈ ഒരു ചെറുക്കനായിട്ട് സജന കുറച്ച് ഓവറായിട്ട്, അതായത് കുറച്ച് അവള്
അവനോട്. പക്ഷെ അവന് ജസ്റ്റ് ഒരു യൂസ് ആയിരുന്നു സജനനെ അവൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്താക്കൂല, സജനനെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇനി എന്നെ വിളിക്കാൻ ശല്യം ചെയ്യലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ, ഇത് ലക്ഷ്മി ജയനും അറിയാവുന്ന കാര്യമാണ്. കാരണം സജന വന്നു, സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേന് ലക്ഷ്മി ജയന് പ്രോഗ്രാം ഉണ്ട്, ലക്ഷ്മി ജയൻ അവിടെ വന്നു, ദുബായിൽ വന്നു. അപ്പം ആ സമയത്ത് ലക്ഷ്മി ജയന് ഞാനും കൂടെ നിൽക്കുമ്പോഴാണ് ഈ ചെക്കൻ വിളിച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ സജനക്ക് ഇവരുടെ കൂടെ അബുദാബിയിലോട്ട് പോകണം, എടാ എന്നെ കൊണ്ടുപോകും എന്ന് പറയുകയാണ്. അപ്പം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, എൻ്റെ ഫാമിലി നാളെ നാട്ടിൽ നിന്ന് വരികയാണ്, അപ്പം സജനയുടെ ക്യാരക്ടറിനൊക്കെ നല്ലൊരു മാറ്റം വരുന്നു, അപ്പം എനിക്ക് അത്രയും ഇങ്ങനെ ഇത് അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പം എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് ജോലിയുള്ളതാണ്, ഞാൻ പിന്നെ വന്ന് കൂട്ടിക്കോളാം എന്നൊന്ന് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ സജന ഇവിടെ നിൽക്കും, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സജനൻ അവിടെ ഞങ്ങൾ ലക്ഷ്മി ജയനും ഉള്ളപ്പോഴാണ് ഞങ്ങളത് പറഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും ഉണ്ട്. ഈ വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ജയന്റെ പ്രോഗ്രാമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഒരു വലിയൊരു കമ്പനി, അതായത് ലോകമൊട്ടാകെ അറിയുന്ന ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നണത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതോ ഒരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്, സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പോൾ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമ്മാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ് ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് കാണും പറയാം, സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ ഫോട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി സജനയും തമ്മിൽ ഈ പ്രേമങ്ങളുടെ കാര്യം പറഞ്ഞു, അതായത് ലക്ഷ്മിയുടെ ചെറുക്കൻ തെറ്റുന്നു, അങ്ങനെ അവരുടെ ഒരു അലമ്പ് കഥ, അതായത് സജനനുമായിട്ട് മാനുവിനെ തല്ലിപ്പിരിപ്പിക്കുന്നു, സജന ഇതറിയുന്നു, മൊത്തത്തിൽ കുളമായി, ലക്ഷ്മി സജനയുടെ ശത്രുവാകുന്നു. പിന്നെ ഫിറോസ് ഖാനെ വിളിച്ച് സജനക്ക് ഇവിടെ അബുദാബിയിലെ ചെക്കനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ മറ്റേ ബന്ധമുണ്ട്, മറിച്ച ബന്ധമുണ്ട്, മാനുവിനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ലക്ഷ്മിയാണ് ഫിറോസിനടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ട് സജനയും ലക്ഷ്മി കൂടി വഴക്കായി. സജനനെ ലക്ഷ്മി സ്പോട്ടിൽ അവിടെ നിന്ന് വണ്ടി വിളിച്ച് സജനനെ എവിടെന്നാണോ സജനനെ എടുത്തത് അവിടെ കൊണ്ടാക്കി കൊടുത്തു. സജന ആ ഒരാഴ്ച ഫുള്ള് നിന്നത് ഈ പറഞ്ഞ മിർദീഫിലുള്ള അലിയുടെ വീട്ടിലാണ്. ആദ്യമായിട്ട് സജന ദുബായിൽ വരുമ്പോൾ ഈ അലിയുടെ വീട്ടിൽ നിന്നാണ് സജനനെ എയർപോർട്ടിൽ അലിയാണ് കൊണ്ടാക്കിയത്. കാരണം എന്റെ സജന വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓഫീസിലാണ്. അപ്പൊ എന്നെ സജന വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ പോവാണ്, എനിക്ക് സാധനങ്ങളൊക്കെ എനിക്ക് അലി വാങ്ങി തന്നു, ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ പോവാണ്, ശരിയല്ലേ ഓക്കെ എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് വിളിക്കുന്നവരിൽ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ആ ഒരു പാർട്ട് അവിടെ കഴിഞ്ഞു. അതായത് ഞാനല്ല സജനനെ കൊണ്ടുപോയതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചത്. അതായത് സജന അവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഞങ്ങൾ ഫോൺ ചെയ്യുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു എനിക്ക് ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞ ഒരു കുട്ടി, അവളും അത്യാവശ്യം സെലിബ്രിറ്റി കൊച്ചാണ്, അതുകൊണ്ട് എനിക്ക് അവളുടെ പേരും വലിച്ചെടുക്കുന്നില്ല. ഞാൻ അതിൻ്റെ പ്രൂഫിൻ്റെ ഇടയിലൊക്കെ ആ കുട്ടീൻ്റെ ഫോട്ടോ വരുമ്പോൾ ഞാനത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചു ഞാൻ ഡിസൈൻ തരാം, ചേച്ചി അവിടെ ആ ഡിസൈനിൽ ഒരു ടൈലറിങ് ഷോപ്പ് പോലെയൊക്കെ എന്താ ആൾക്കാരെ കൊണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് സെറ്റാകും. നമ്മളെപ്പോഴും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളൊരു തോട്ടല്ല, നമുക്ക് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത്യാവശ്യം കാശുകളൊക്കെ ഞാനും അറേഞ്ച് ചെയ്തു, ബോംബെയിലോട്ട് പോയി നമുക്ക് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആ കൊച്ചുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ സജന ഇതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സജനക്ക് അറിയാം ഇങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സജനക്ക് അറിയാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോകുന്നു. നാട്ടിൽ ചെന്ന് സജന ഞാൻ നാട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എന്നെ മീറ്റ് ചെയ്യാൻ സജന എൻ്റെ വീട്ടിൽ വരുന്നു. അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് എൻ്റെ. അപ്പോൾ ആ ബർത്ത്ഡേക്ക് ആഘോഷിക്കാനും ഞങ്ങളുടെ വീട്ടിലെ കസിൻസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സജന വന്നപ്പോഴുള്ള ഫോട്ടോ അതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാണ് സജന ദുബായിൽ നിന്ന് വന്നതിന് ശേഷം, ഡേറ്റ് നോക്കാം നിങ്ങൾക്ക്, വന്നതിന് ശേഷം സജന എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ആൾക്കാരുടെ കൂടെ എൻ്റെ കസിൻസിൻ്റെ കൂടെ ആഘോഷിച്ച് അന്ന് നൈറ്റ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി അവിടെ കറങ്ങി അവിടെ നിന്നൊരു റീൽസ് എടുത്തു. ആ റീൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്നെടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നത് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കൊണ്ടുപോയി ഡീലർ എന്നാണല്ലോ അവള് പറഞ്ഞത്, കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഫസ്റ്റ് സജന അബുദാബിയിൽ വന്ന് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്നേക്കാണ്.
ദുബായ് ആദ്യമായിട്ട് കാണുന്ന സജന, അങ്ങനെയൊക്കെയാണ് സജന പറഞ്ഞിട്ടുള്ളത്. പാവം പോലത്തെ സജന. ആ പാവം പോലത്തെ സജനന്റെ ഫോട്ടോ നിങ്ങൾ കാണണം. ഈ വീട്ടിൽ വന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇവള് നല്ലൊരു കൂട്ടുകാരിയായിട്ട് വന്നു എൻ്റെ മനസ്സിൽ. കാരണം എനിക്കറിയില്ല, നമുക്ക് അവളുടെ പെരുമാറ്റത്തിന്റെ രീതി കൊണ്ടാണോ എന്താണോന്ന് അറിയില്ല, നമ്മളോട് നല്ല സ്നേഹമാണ്, എൻ്റെ വീട്ടുകാരോട് നല്ല സ്നേഹമാണ്, ഭയങ്കര നല്ലൊരു രീതിയിൽ ആ ഇടയ്ക്ക് വിളിക്കും, അന്വേഷിക്കും, അങ്ങനെയൊക്കെയാണ് സജന. അങ്ങനെയാണ് ഞാനും ഈ കൊച്ചും കൂടി ബോംബെ പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബോംബെ പോവാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ബോംബെന്ന് കേട്ടപ്പോൾ ഇവൾക്ക് പ്രശ്നം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോംബെന്റെ കേസ്. ആ ബോംബെയിൽ പോയതിന്റെ പ്രൂഫ് ഞാനിവിടെ വെക്കാം. സജന ഞങ്ങളുടെ കൂടെ അവളുടെ കയ്യിലെ കാശെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ചെല്ലുന്നു. എന്താണ് സജനക്ക്, അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇവള് പൂക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി ഓൾറെഡി മാനൂക്ക് ഉള്ള സമയത്തും പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഇങ്ങോട്ട് വരാത്തല്ല, ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് പൂക്കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ പൂക്കുട്ടി പറഞ്ഞു ശരി, നിങ്ങൾ എന്താണ് റൂമിൽ പോയിട്ട് നിങ്ങൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വാ, ഞാൻ വരാം, വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പൂക്കുട്ടി ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ റൂമിൽ പോകുന്നു. അപ്പോൾ പൂക്കുട്ടി തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പൂക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. സജന പൂക്കുട്ടിയുടെ കൂടെ തന്നെയാണ്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ്, ആ ബില്ല് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഗതികേടാണ് ഇതൊക്കെ. ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സൂറത്തിൽ നിന്ന് നിന്നൊക്കെ പർച്ചേസ് ചെയ്ത്, ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബില്ല്. അതിനുശേഷം സജന ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് സജനനെ കൂട്ടണമല്ലോ. അപ്പോൾ ഇവള് സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും വൈകുന്നേരമായി. അങ്ങനെ ഇവർ റൂമിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി, സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് സജനനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഇയാൾ ഞങ്ങളോട് പറയണത്. അങ്ങനെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് റസൽ പൂക്കുട്ടി വരെ ഇടപെട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ റസൽ പൂക്കുട്ടിയാണ് എൻ്റെ അടുത്ത് ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ റോഷ്നി ഇന്ന് സജനനെ കൂടി ഇതിൽ ഇതാക്കണം. നിങ്ങൾ 2 പേരും കൂടി തുടങ്ങണില്ല. അവളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ പിരിയുന്നു. ഇയാൾ അത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിൽ ഇതൊക്കെ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ സ്ലിപ്പ്, അത് മീൻസ് സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാൻ ഞങ്ങളുടെ അഡ്മിൻ വന്നിട്ട് റസൽ പൂക്കുട്ടിയാണ്, അയാളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന അതിൻ്റെ ഇടയിൽ ലൈസൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓടാണ്. അപ്പോൾ ദുബായിൽ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ 15,000 ദിറംസാണ്. അപ്പോൾ എന്താണ് ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പൈസ ഒരുപാട് ഷോർട്ടുണ്ട്. കാരണം ബോംബെ പോയിട്ടുണ്ട്, 3-4 ലക്ഷത്തിൻ്റെ മെറ്റീരിയൽ എടുത്തു, സാധനം ദുബായിലോട്ട് ഞാൻ വരുത്തിച്ചു. അപ്പം ഞാൻ അത്രയും നാളും താമസിച്ചത് ഒരു ചെറിയൊരു ബെഡ് സ്പേസിലാണ്. പിന്നെ അതിൽ നിന്ന് പാർട്ടീഷനിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ പാർട്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽ വെക്കാനുള്ള ഗ്യാപ്പില്ല, സ്ഥലമില്ല. അപ്പം അങ്ങനെ എന്തായി, ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പ്ലാനായി. അപ്പോഴത്തേനും സജന പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം സജന പാർട്ട്ണറാണല്ലോ. അങ്ങനെ സജന വരുന്നു. ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴത്തേനും ഇയാളെ ഞാൻ വിളിക്കും, പൂക്കുട്ടീനെ, സുൽക്ക പൈസയുടെ ആവശ്യമുണ്ട്, ലൈസൻസിനൊക്കെ ഇത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയിലായി ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് വയ്യാണ്ടായി. അവൾക്ക് ശാരീരികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അവൾക്ക് ഒരു ഭാഗം ഒരു വല്ലാത്ത പോലെയൊക്കെ ആയി. ആ കൊച്ച് വയ്യാണ്ടായപ്പോഴത്തേനും ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സജന ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ് പൈസ തന്നത്. കാരണം ഫുള്ള് നാളെ സജന ഒന്നും പറഞ്ഞു വരാൻ പാടില്ല. ഇൻസ്റ്റാൾമെന്റ് പോലെ സജന പൈസ ഇറക്കുന്നു. സജന ത്രൂ ആണ് എനിക്ക് കാശ് തരുന്നത്. റസൽ പൂക്കുട്ടി സജനക്ക് കൊടുത്തിട്ട് സജനയാണ് എനിക്ക് ദിറംസ് ആയിട്ട് മാറ്റി ദുബായിൽ തന്നത്. 1.5 ലക്ഷം രൂപ എനിക്ക് ഈ 1.5 മാസത്തിൽ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാൻ, ഇവിടെ പോകാൻ, റൂമിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പെട്ട കാര്യമാണ്. റൂം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നാളും 8-9-10 വർഷത്തോളം താമസിച്ച പോലെ താമസിക്കാൻ എനിക്കറിയാം. ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. എനിക്കപ്പോൾ അത്രയും പൈസ ആവൂല. ഇതിപ്പോൾ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, ഷോപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ലൈസൻസ് മാത്രം ആവണുള്ളൂ.
അപ്പൊ ലൈസൻസിന്റെ സമയത്ത് സജന വന്നിട്ട് വിസിറ്റിലാണുള്ളത്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പെട്ടെന്ന് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൽ എൻ്റെ പേരാണുള്ളത്. അവിടെ തുടങ്ങി സജനക്ക് കല്ലുകടിയാണ്. പിന്നെ മോസ്റ്റ് ടൈം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജനക്ക് റിസൾട്ട് പൂക്കുട്ടി വിളിച്ചില്ല എന്നാണെങ്കിൽ ടെൻഷനാണ്. ഒരു EMIക്ക് ഒരു ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഫോൺ അവിടെ നിന്ന് അവൾ ഒടിച്ചു എന്ന് വെച്ചാൽ ഫോൺ ഒടിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കല്ലേ. അതായത് ഈ കട്ടിലിന്റെ മൂലക്ക് വെച്ചിട്ട് ഇയാൾ ഫോൺ എടുക്കുന്നില്ല. ആ ദേഷ്യത്തിന് ഇവൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചളുക്കി ഫോൺ അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച എന്നിട്ട് ആ ഫോട്ടോ വരെ അയാൾക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ ഫോണിൽ നിന്നാണ് ആ ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുത്തത്. അങ്ങനെ എൻ്റെ ഫോൺ, എന്നിട്ട് എൻ്റെ സ്പെയർ ഫോണാണ് സജന യൂസ് ചെയ്തതും നാട്ടിൽ കൊണ്ടുപോയതും. എനിക്കതൊക്കെയാണ് മനസ്സിലാവാത്തത്. ഇത്രയും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഇരുന്ന് പറയണത്. കാരണം നമ്മളൊരു കൂട്ടുകാരത്തെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നല്ലത് ചീത്തതെന്ന് നമുക്ക് ചുഴിയാൻ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ സജന അതുവരെയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇവളുടെ മൈൻഡ് മാറി തുടങ്ങുന്നു. നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവളുടെ ഫ്രണ്ട്സുകൾ വിളിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്താണ് നാട്ടിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഷിയാസ് കരീം, അയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ അത് ആ സമയത്ത് അയാൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവളെയും കൂടി മൂപ്പിച്ചു കൊടുത്ത് ഇവള് പിന്നെ എന്തിനും ചാടിക്കയറി ഭയങ്കര ബുദ്ധിബോധം ഇല്ലാണ്ട് വീഡിയോ ഇടുന്ന ആളായതുകൊണ്ട് ഇവളെ വെച്ചിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ കൂടി നടക്കാണ്ട് അവൾക്ക് സീരിയലുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എന്തോ ഏഷ്യാനെറ്റുമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഇവൾക്ക് അതിൽ എൻട്രി ആവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റിപ്ലൈ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതിലൊക്കെ ഞാൻ ഒറ്റക്കാണ് നടക്കണത്. ഇതിലൊന്നും സജന ശ്രദ്ധിക്കുന്നില്ല. എല്ലാത്തിലും സജനക്ക് ശ്രദ്ധ മൊത്തം എന്തിലാ? സീരിയൽ അങ്ങനത്തെ കാര്യങ്ങളിൽ, പിന്നെ പൂക്കുട്ടി വിളിക്കുന്നില്ല, അങ്ങനത്തെ ടെൻഷനുകൾ, ഇതൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, പൂക്കുട്ടിനോട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പൂക്കുട്ടി വിളിച്ചിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, സജന ഇങ്ങനെയൊക്കെയാണ് പറയണത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത് അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് വെച്ചാൽ ഓരോ സമയത്ത് ലിറ്ററലി ചില സമയത്ത് ടൈറ്റ് വരുമ്പോൾ ഓരോ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് കാശ്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കണ്ടേ, ബ്ലോക്കായി കിടക്കുകയാണ് അവിടെ. ഫ്ലാറ്റും എടുത്തിട്ടു 4000 കരാമ പോലുള്ള സ്ഥലത്തൊരു 4000 ദിറംസ് ഒക്കെ ഒരു ഫ്ലാറ്റിന് എന്ന് വെച്ചാൽ എന്നെ അപേക്ഷിച്ച് നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. ഇയാളാണെങ്കിൽ പൈസ ഫുള്ള് തന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെയാണ് ഈ പൈസ തന്നത്, ഈ 1.5 ലക്ഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി, അപ്പൊ രാവിലെ തുടങ്ങി ഇവർ പ്ലാനിങ് ഉണ്ട്. സജനക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി ജയനായിട്ട് സജന തെറ്റിയിരിക്കുകയാണ്. എന്താണ്, ലക്ഷ്മി ജയനാണ് ഇവരെ തമ്മിൽ തെറ്റിച്ചതെന്നുള്ള ചിന്തയിലാണ് സജന ഇരിക്കുന്നത്. അപ്പൊ ഞാനും അത് വിശ്വസിച്ച് ഞാനും ഈ പറഞ്ഞ ലക്ഷ്മിയുടെ അടുത്ത് ഞാനും മിണ്ടുന്നില്ല. എനിക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ ലക്ഷ്മി ജയനോട് ഞാനും മിണ്ടുന്നില്ല. കൂട്ടുകാരത്തിന്റെ കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാത്തത്. അപ്പൊ സജനന്റെ കൂടെ തന്നെ ഉണ്ട് താനും. ആ സമയത്ത് സജൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ലക്ഷ്മിയുടെ എല്ലാ ബന്ധങ്ങളെയും വിളിച്ച് ലക്ഷ്മിയുടെ എക്സിനെയും ലക്ഷ്മിയുടെ കറണ്ടിലുണ്ടായ 3-4 ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് സജന ലക്ഷ്മി അങ്ങനെയാണ്, ലക്ഷ്മി ഇങ്ങനെയാണ്, മറ്റേതാ മറിച്ച ഫോൺ ത്രൂ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു സജന. അങ്ങനത്തെ, അതായത് സജന അതിലൊക്കെയാണ് ബിസിയാണ് ഭയങ്കര. സജനക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊരു ചിന്തയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെയും കൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്? ആകെ മൊത്തം പ്രശ്നത്തിന്റെ നടുക്ക് ഞാൻ നിൽക്കുന്നത്. ദൈവം വന്ന് പെട്ടും പോയി ഇതിനെ എടുക്കുകയും ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സജനക്ക് കോള് വന്നോണ്ടിരിക്കണേ ലക്ഷ്മി ജയനായിട്ട് എങ്ങനെയെങ്കിലും പാച്ചപ്പ് ആവണം. അതിന് ലക്ഷ്മി ജയന്റെ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ പേരുകളെല്ലാം ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഫിറോസിന്റെ വീഡിയോയിൽ അയാൾ കറക്റ്റ് ആയിട്ട് ഇവരുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് സജനൻ അന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാവിലെ തുടങ്ങി സജന പറയുന്നുണ്ട്, നമുക്ക് അവിടെ പോവാ. എവിടെ? ബെൻസറിന്റെ ഫ്ലാറ്റിൽ നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു, സജന നീ പോവരുത്, നിന്നെ ചിലപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യും, നിന്നെ അവർ ചതിക്കും, നീ പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട്, ഇല്ലടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നാണ്. അപ്പൊ ഞാൻ പുറത്തു പോയി. സജന വരുന്നില്ല. ഞങ്ങൾ പുറത്തു പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഡ്രൈവിന് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞു, സജന വാ നമുക്ക്. ഇല്ല ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന സജന 1:30 മണിയായപ്പോൾ ബെൻസർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ബെൻസർ സജനനെ കൂട്ടി ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് സജന ഈ പറഞ്ഞ കാര്യങ്ങൾ, കള്ളുകുടിയും ബഹളവും ഇങ്ങനത്തെ ലഹരിയുടെ എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചിട്ടാണ് സജന ചെയ്യണത്. ഞാനപ്പോൾ വിളിക്കുക സജന 2-2:30 ആയപ്പോഴത്തേനും, സജന ഞാൻ താഴെ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോവാം. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം. ഞാൻ സജന നീ അങ്ങനെ പറയരുത്, കാരണം എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഞാൻ ഇത്രയും നാൾ ബെഡ് സ്പേസിൽ താമസിച്ച ഒരാളെ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാറ്റിലോട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള ഒരു ഇതില്ല. അപ്പം ഞാൻ സജന നീ വാ സജന, ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞപ്പോൾ അത് ഇത് എൻ്റെ ലൈഫാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു. അപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സജനോട് പറഞ്ഞു,
നാളേക്ക് നാളെ എൻ്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് സജന ഇറങ്ങിക്കോ, ഇനി സജന എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെയൊക്കെയാണ് സജന എന്നെ തെറ്റി തുടങ്ങിയത്. അങ്ങനെ ഇത്രയും പറഞ്ഞ് തല്ലി പിടിച്ച് സജൻ അന്ന് അപ്പൊ റസൂൽ പൂക്കുട്ടി എന്തും പറഞ്ഞാൽ പോയേക്കണേന്ന് അറിയാമോ? ഇന്ന് ശനിയാണ്, ഞായറാണ്, ശനി ഞായർ ഫാമിലി ടൈമാണ്, എന്നെ വിളിക്കരുത്. അപ്പൊ സജനക്ക് അറിയാം സജനനെ ശനി ഞായർ റസൂൽ പൂക്കുട്ടി വിളിക്കൂല. റസൂൽ പൂക്കുട്ടി ഫോൺ വെച്ച് പോകുമ്പോൾ സജന എന്റെ ഫ്ലാറ്റിലുള്ളത്, അയാളുടെ മനസ്സിൽ സജന എന്റെ കൂടെയാണുള്ളത്. സജന ശനിയാഴ്ച രാത്രി ബെൻസറിന്റെ ഒക്കെ ഫ്ലാറ്റിലോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സജന പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീടും പൂട്ടി ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. എന്നിട്ട് ഇവളെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും വാതിൽ തുറന്നില്ല, അവൾ വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ വീഡിയോ കോൾ കാണിച്ചു കൊടുത്തത് ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ തിരക്കിലാണ്, ഈ സജനയുടെ പുറകെ നടക്കാൻ നേരമില്ല, അവളുടെ അടിച്ചുപൊളിയായിട്ട് നടക്കട്ടെ. കാരണം ഞാൻ ദുബായിൽ തന്നെ ഞാൻ നിൽക്കുന്ന ആളാണ്, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചതെന്ന് വെച്ചാൽ എന്റെ ബിസിനസ് ഞാൻ ഓൾറെഡി പൈസ മുടക്കിയിട്ടേക്കുന്ന ആളാണ്, എനിക്ക് മുന്നോട്ട് പോകണം ഒരു സ്റ്റെപ്പ്. ഇവൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ല, പിന്നെ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടക്കണേ? എനിക്ക് മനസ്സിലായിരുന്നു ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിൽ തന്നെ സിഗരറ്റ് വലിച്ചിടുന്നവളാണ് സജന. ആ പ്ലേറ്റിൽ അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ചിലത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് വേണ്ട, അത്രക്കും ഇതാക്കണ്ട. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ബെൻസറും ഈ ഒന്ന് രണ്ടാൾക്കാരും, ബെൻസർ വേറെ ഒന്ന് രണ്ടാൾക്കാരും കൂടി, ബെൻസറിന്റെ കാമുകി, ഇവരെല്ലാരും കൂടി സജനനുമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഞാൻ മാന്യമായിട്ട് വാതിൽ തുറക്കുന്നു, സജന കയറിയിരിക്കുന്നു. വേഗം തന്നെ സജന ബെൻസറിന്റെ സിഗരറ്റ് വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അതായത് വഴക്കാണല്ലോ. ഞാൻ എന്റെ മര്യാദയാണ്, എന്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത്. ഞാൻ കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങാൻ വേണ്ടി പോകണം. കാരണം അവർക്ക് സജനനെ തിങ്കളാഴ്ച തുടങ്ങി വീട്ടിൽ നിർത്താൻ പറ്റൂല. കാരണം അവർക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാര്, ജോലിക്ക് പോകുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് സജന ശനി ഞായർ മാത്രം മതി, അതാണ് അവരുടെ അടിച്ചുപൊളി ദിവസം. അപ്പൊ തിങ്കളാഴ്ച സജനനെ എവിടെയും കൊണ്ട് തള്ളണം. അതിന് വീട്ടിൽ വന്നു, അത് മനസ്സിലാക്കിയതാണ് എനിക്ക്. അപ്പൊ ഇവര് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ സജന ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വർത്താനം. ഞാൻ അവരെ കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ സജനനെ, ഇവിടെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇന്നലെ ഒറ്റക്ക് രാത്രി കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റക്ക് കിടക്കും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും കൂടി സോൾവ് ചെയ്ത് പോട്ടെ കൂട്ടുകാരികളല്ലേ, വീട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സജന അന്ന് എൻ്റെ വീട്ടിൽ നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സജനക്ക് പോകാനുള്ള ടൈമായി. പൂക്കുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ആ രണ്ടാമത്തെ സജന ദുബായിൽ വന്നതിന്റെ ചാപ്റ്ററാണ് ഞാൻ ഈ പറയണത്. ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള സജന സീരിയലൊക്കെ അഭിനയിക്കുന്നത് മമ്മീന്ന് വിളിക്കുന്ന സീരിയലിന്റെ മമ്മിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലാണ് സജന ചെല്ലുന്നത്. അവരുടെ വീട്ടിൽ സജന ചെല്ലുന്നു. അവിടെ നിന്നപ്പോ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഞാൻ സജനനെ വിളിക്കുകയാണ് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ ബെൻസറിന്റെ വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി ഇവളെ ഇങ്ങനെ നീ സീരിയൽ അഭിനയിച്ചൂടെ, നീ എന്തിന് ബിസിനസ്സിൽ നിൽക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കാണ്. എന്റെ സജനയുടെ മൈൻഡ് മൊത്തം അതാണ്. എന്റെ സജന സുപ്രഭാതത്തെ വിളിച്ചിട്ട് പറയണോ റോഷിനി എനിക്ക് ആ കാശ് തിരിച്ചു തരണം, എന്താണ് എനിക്ക് സീരിയൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സീരിയലിൽ കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യം എനിക്കിതൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു ശരി എനിക്ക് കുറച്ച് സമയം എന്താ സജന, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ്. എനിക്ക് വയ്യാണ്ടാവണതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സജന പൈസ കൊണ്ട് വിളിക്കുന്നത് എനിക്ക് കാശ് കിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗോൾഡ് കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് സജനക്ക് 1 ലക്ഷം കൊടുത്തതിൻ്റെ സ്ലിപ്പ് ഞാനിവിടെ തരുന്നത്. കാരണം നാളെ സജന പറയും കാശ് തന്നില്ല എന്ന് പറയും. അപ്പം ബാക്കി 50,000 രൂപയുണ്ട് സജനക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പൊ എന്റെ സുഹൃത്തുക്കളും എനിക്ക് പറഞ്ഞുതരാം, അല്ല ഒരു ബിസിനസ് ഒരുമിച്ച് തുടങ്ങിയിട്ട് നഷ്ടം നീ മാത്രം സഹിക്കണെന്തിനാ, നഷ്ടം നീ മാത്രം സഹിക്കണെന്തിനാണ്? ലൈസൻസ് എടുത്തു പോയി, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യും. അപ്പൊ ഞാൻ സജന പിന്നെയും വിളിച്ച് പൈസക്ക് ശല്യം ചെയ്തപ്പോ ഞാൻ എന്ത് ചെയ്തു, സജന ഒരു കാര്യം ചെയ്യും, ഒരു 2-3 ലക്ഷം രൂപയുടെ മുതല് അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്തപ്പോൾ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് വേറെ. ആ മുതൽ നീ എന്താക്കണം, അതിൽ നീ വേണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ മുതൽ കൊണ്ട് വിറ്റിട്ട് നീ പൈസ എടുത്തോ, ഇനി ഞാൻ ക്യാഷ് ആയിട്ട് ഇട്ട് തരൂല, സാധനം ഇരിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പോയി സാധനം എടുത്തുകൊണ്ട് വന്നതാണ്, നീ ആ സാധനം കൊണ്ട് വിറ്റെടുത്തോന്ന് ഞാൻ പറഞ്ഞതാണ്. അവിടെയാണ് ആ ഒരു ടോക്കില്. അപ്പൊ അവിടെയൊക്കെ നീരസങ്ങളാണ്, അതായത് ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യമാണ്. അങ്ങനെയാണ് ഇവിടെ ശാലുവിന്റെ വീട്ടിൽ പോണതും ശാലുവിന്റെ അവിടെ നിന്ന് ഇറക്കി വിടണതും കൊച്ചുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നതും. സജന എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് റോഷിനി എനിക്ക് ഇവിടെ പ്രശ്നമാണ് എന്ന് പറയുന്ന വീഡിയോ കോൾ ചെയ്തതിന്റെ ഡേറ്റ് അടക്കം ഞാൻ വെക്കാം. ഡിസംബർ 25 സജന എന്നെ വിളിച്ച വീഡിയോ കോള്, അതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട്.
ഇത്രയും ഇതൊരു എത്രയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ജേണിയാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത്. സജന വരുന്നു പോകുന്നു എന്നുള്ളത്. അതിനുശേഷം പലപ്പോഴും സജന വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, അതെല്ലാം ബെൻസറിന്റെ ഷോനാണ്, ലക്ഷ്മി ജയന്റെ കൂടെയാണ്. അതിനുശേഷം ഇവര് തമ്മിൽ പാച്ചപ്പായി. ആര്? ലക്ഷ്മി ജയനും സജനയും തമ്മിൽ പാച്ചപ്പ് ആവുന്നു, അവരൊരുമിച്ചാണ്. അപ്പൊ നമ്മള് ഊളകള്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ പോയപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ നെഗറ്റിവിറ്റിയും വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട വർത്താനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ അവർക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി പറ, ഒരു ഏജന്റ് കൊണ്ടുപോയി നശിപ്പിച്ച് റസൂൽ പൂക്കുട്ടിയും അവിടുത്തെ നല്ലവരായ ആൾക്കാരും കൂടി കയറ്റിവിട്ടു എന്ന് പറയുന്നുണ്ട് സജന. ഈ നല്ലവരായ ആൾക്കാരുടെ പേര് സജന ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കയറ്റിവിട്ടത് ഞാനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ഏജന്റിന്റെ വീട്ടിൽ പിന്നെയും സജന ഞാനില്ലാത്തപ്പോ, ഞാൻ ആ സമയത്ത് ഞാൻ ദുബായിലാണുള്ളത്, ഈ ഡിസംബറിൽ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വന്ന് നിന്നു. എന്റെ വീട്ടിലോട്ട് അയച്ചൊരു വോയിസ്, അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിന്റെ സ്ക്രീൻഷോട്ട്, ആ ഡേറ്റ്, അതും ഞാൻ കാണിച്ചു തരാം. മോളെ ഗുഡ് മോർണിംഗ് ഡാ. ഞാനേടി അന്ന് വരാൻ വേണ്ടിട്ടാ വിളിച്ചത്. പക്ഷെ റോഷു എടുത്തിട്ടില്ല, ചേച്ചി വിളിച്ചിട്ട് എടുത്തില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിൽ എനിക്ക് ഒട്ടത് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹൃദയം പൊട്ടുക. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് വിട്ട അമ്മയാ പാവം. എന്റെ ഹൃദയം പൊട്ടു. എന്റെ മക്കള് സത്യമായിട്ട് എന്റെ പൊന്നുമോനാണ് അത്തിട്ട്, എന്റെ മോളാണ് അത്തിട്ട്. ഒരിക്കലും ഞാൻ ഇതാക്കി പറയുമല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എന്റെ ഹൃദയം തട്ടി ഞാൻ പറയാം. കാരണം അമ്മച്ചി എന്നെ മമ്മി അതേപോലെ എന്നെ നോക്കിയത്. മോളെ എനിക്കതൊക്കെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. വളരെ സത്യം. ഇനി നിങ്ങൾ പറ, അതായത് ഒരു പെണ്ണിനെ എങ്ങനെയും കരിവാരി തേക്കാം. അവൾക്ക് കുടുംബത്തിലെ ആൾക്കാർക്കോ നാണക്കേടില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് നാണക്കേടുണ്ട്. വെറുതെ ഒരു അലിഗേഷൻ വലിച്ചെടുക്കുക, അതിലോട്ട് വായി തോന്നിയത് വിളിച്ചു പറയും. ഇതൊക്കെ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ എന്റെ ദൈവം കൊണ്ടുവന്നിട്ടാന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുമെന്ന്. കാരണം ഞാൻ ഒരിക്കലും നാളെ ഇത് യൂസ് ആകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ച സാധനങ്ങളേ അല്ല. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഇതിൽ നിന്ന് നിങ്ങൾ പറ, ഓരോ ഫോട്ടോ വെച്ചിട്ട് ഈ ഷെഫീന ബീവിയോ ആ തളരെടുത്ത് എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ഒരു കാര്യം അറിയാണ്ടൊന്നും സംസാരിക്കരുത് നിങ്ങൾ. സെക്സ് റാക്കറ്റ് അത് ഇത്. ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്ക് ഇതൊക്കെ അറിയുള്ളൂ പറയാനായിട്ടൊക്കെ. ഈ അവിഹിതവും ഇതുമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ ഇട്ടാലും എന്റെ പോർഷൻസ് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവർ ആ ജസ്റ്റ് സജന ഇട്ട ഫോട്ടോ എടുത്ത് കാണിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലവരായ നിങ്ങളോടാ പറയാനുള്ളത്, യൂട്യൂബേഴ്സിനോട്. അതായത് ഷഫീന ബീവിനെ പോലെ റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. സജന പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു, ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി കൊണ്ടുപോയത് വേറെ ആൾക്കാരാണ്, നശിഞ്ഞിട്ടാണ് വന്നത്. ആ നശിഞ്ഞോ നശിയാതെയോ അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. ഇത്രയും ഒരു കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട 1-2 ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക. എനിക്കുണ്ടായ ഈ മാനനഷ്ടത്തിന് 2 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാനനഷ്ടം, എൻ്റെ കൊച്ചുങ്ങൾ അനുഭവിച്ച വേദനക്ക്, ഇതിന് ഞാൻ എന്താണ് ഈ സജനനോട് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനം. പിന്നെ സജന വന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. അയ്യോ, ഒരു കാര്യം കൂടി പറയാനായിട്ട്, ഫിറോസ് ഖാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ തെളിയിച്ചല്ലോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സജനയുടെ കേസിൽ എന്നെ ഇയാൾ വിളിച്ചു ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട്. ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് സജനയുടെ ഇങ്ങനത്തെ ഒക്കെ ബന്ധങ്ങളുണ്ട്, റോഷൻ നീ അവിടുത്തെ ഫ്രണ്ട് അല്ലേ, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങേരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ല, എനിക്ക് അറിയാത്തത് പറയാനായിട്ട് താല്പര്യമില്ല, ഞാൻ കാണാത്തതും പറയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ അറിഞ്ഞത് കൊണ്ടാണ്. കറക്റ്റായിട്ടാണ് ആ കറക്റ്റ് ആൾക്കാരുടെ പേരാണ് എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കല്ല, പക്ഷെ എൻ്റെ വായിൽ പോകുന്നത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഏതാണുങ്ങളെയും കൂട്ടി പറയാൻ സജനയുടെ കൾച്ചറാണത്. അതെനിക്ക് പിന്നീടൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ മനസ്സിലാകുന്നത്. അതായത് ഏത് അറ്റം വരെ പോയത്. കാരണം അവള് നാണം കെട്ട് നാറിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് നാട്ടിക്കുക. അത് പണ്ട് കൂട്ടായിട്ടിരുന്ന ആൾക്കാർ പിന്നീട് ശത്രുവായതിനു ശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇടലുണ്ട്.
ഓ ഇവിടെ കരച്ചിൽ കണ്ടില്ലേ, അതിന്റെയൊക്കെ ചൊറിച്ചിലും ദേഷ്യമൊക്കെയാണ് തീർത്തത്. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്റെ പേര് വലിച്ചതിന് വരെ ഏറ്റവും നല്ലതായിട്ട് അവൾക്ക് വലിച്ചിടാൻ പറ്റുന്നത്, അവളെ നശിപ്പിച്ചത്, അവൾക്ക് മാനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്, റസൂൽ പൂക്കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എല്ലാം ലക്ഷ്മി ജയനാണ്. അവൾ എന്തുകൊണ്ട് അവളുടെ പേര് പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് അവരെന്തോരം പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതായത് സജനക്ക് ഉപകാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് സജന ഒരു ഉളുപ്പില്ലാണ്ട് വഴക്കിട്ടാലും കൂട്ടിടും. അതാണ് സജന. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നല്ല നിങ്ങൾ, അതായത് ഓരോ പോയിന്റുകളും കട്ട് ചെയ്ത് ആ ഒരു ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് വിത്ത് പ്രൂഫ്. ഇനി ബാക്കി എൻ്റെ നിലവിലായിട്ട് ഞാൻ തെളിയിച്ചു. സജന എന്ന് പറഞ്ഞ ആൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയൊരു വേസ്റ്റ് ഫ്രണ്ടാണ്. അതിന് കിട്ടിയതാണ് എനിക്കിത്. ഇത് എൻ്റെ മക്കളും എൻ്റെ കുടുംബങ്ങൾ, അതായത് എൻ്റെ ആ ഡാഡിയുടെ ഫാമിലി, എൻ്റെ മമ്മിയുടെ ഫാമിലി, ഇവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇരുന്നത്. എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന ആ സംഭവം എന്നുള്ളത്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യണത് തന്നെ. കാരണം എൻ്റെ ഫോട്ടോ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏത് നാട്ടിൽ നിന്നാണെങ്കിലും റീച്ച് ആവാൻ പറ്റും. ഒരു യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കുക, അയ്യോ ഇവളെന്താ, നമ്മളെ കുറിച്ച് അറിയണ്ട, അവള് ദുബായിലാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, പേഴ്സണലി നമ്മളെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ല? അവരൊക്കെ എന്താ വിചാരിക്കുക എന്ന് ആലോചിച്ചു. എനിക്ക് ഈ വന്ന മാനനഷ്ടത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ? എനിക്കത് മാത്രമാണ് അറിയേണ്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയണം. സജന പ്രൂഫ് വെച്ച് പറയണം ഞാൻ എവിടെ കൊണ്ടാണ് അവളെ വിൽക്കാൻ നോക്കിയത്. പിന്നെ എന്താണ് പിന്നെ പറഞ്ഞ അലിഗേഷൻ എന്താണ്, ഞാനാണ് അവളെ കൊണ്ടുപോയതെന്നുള്ളതും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ ഫിറോസ് ഖാനുമായിട്ടുള്ള ബന്ധം പൊക്കി എന്നുള്ളതും. ഇത് സജന പ്രൂഫ് വെച്ച് തെളിയിക്കണം. അത് ഞാൻ ചലഞ്ച് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചോ. പ്രൂഫ് വെച്ചത്, അത് വായിൽ വന്നത് എന്തും പാടാം എന്നുള്ളത് പാടില്ല. അത് സജന അത് തെളിയിച്ചേ പറ്റൂ. അത് പറയണം സജന.